ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ എച്ച് ബി അപ്പോൾ നമ്മളിങ്ങനെ വയലിൽ കൂടെ അടക്കം ഈ സാധനം കണ്ടു കേട്ടോ. ഇതിന് എത്ര ആൾ കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ള സാധനം എന്നാണ് നമ്മുടെ സുനിത്തേട്ടൻ പറഞ്ഞത്. സുനിത്തേട്ടൻ തൊട്ട് വയലിൽ ഇറങ്ങി സാധനം പിടിച്ചുകൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം കിട്ടി, കുറച്ച് മൂപ്പര കയ്യിലുണ്ട്. പിന്നെ സാധനം പിടിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കും, ഇത് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. അത് വയലിൽ തപ്പി 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 പിടിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഇതിൻ്റെ പേരെന്നാ ഞമണിക്കാന്ന് അങ്ങനെ എന്തോ പേരാണ്. സാധനം എന്തായാലും കൊള്ളാം. വലിയൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടോ. പിന്നെ ഇത് ചെറുതുകൊണ്ട് പിന്നെ സാധനം മൂപ്പര കയ്യിലുണ്ടാണ്. മൂപ്പര കയ്യിൽ ഇങ്ങനെ പിടിച്ചു തന്നിട്ടുണ്ട്. സെർച്ചിങ് തരം കുറേ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. വീണ് വരുത്. ആ സെത്തിട്ട് മാസ്റ്റർ ഫിഷർ മൂക്കാം ചൂനെ. അതായത് ഇതാണ്ടോ എത്ര സാധനം കിട്ടും. ഇന്നും നമുക്ക് സെറ്റാക്കണം. ഇതെല്ലാവരും അതിനോടൊക്കെ സെർച്ച് ചെയ്യണം. ഇന്നതൊക്കെ നിറയെ കണ്ടിട്ട് സാധനം തപ്പി കണ്ടുപിടിച്ച് ഇതിനായിരുന്നു നമ്മൾ കുക്ക് ചെയ്യും ഗൈസ്. അതെ പിടിക്കണേ, എന്തല്ല ചെറുതാണ്. വെള്ളത്തിൽ കിടക്കടാ താന്ന് നടക്കണേ. ഒന്ന് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഒറ്റ നടത്ത് കാണും കേട്ടോ. പല പല കളറിൽ വരുന്നുണ്ട്. കാലിയല്ലേ? ഓ വലിയ ഒന്നിന് ഇതാരോ ഒന്നിക്കാൻ വല്ല മീനോ എന്തെങ്കിലും പിടിച്ചതായിരിക്കും. എന്തായാലും കാല് നെയ്യ ഇത്തരം വാരി പിടിക്കുന്നുണ്ട്. നോക്കട്ടെ. അകർജി പോരി നേരത്തെ അടക്കേണ്ട ഐറ്റങ്ങളൊക്കെ പിടിക്കണം. തട്ടിക്കുന്ന ഇതിൻ്റോട്ട് അതാ ലുക്കല്ലേ കാണേ. നിങ്ങൾ തവളയെ കാണുന്നുണ്ടോ? അങ്ങനെ എറിഞ്ഞു പിടിച്ചാലാ അത് തവണ തിന്നൊരു വർഷത്തെ കൊമ്പില്ലേ അവിടെ ഒന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് ഇറങ്ങാൻ റിസ്ക് പേടികൾ മറന്നു വെച്ചുകൊണ്ട് സുനിച്ചേട്ടൻ കിട്ടിയോ? കാല് പറ്റിച്ചു. ആ പച്ച തവളയാണ്, കിടുക്കം പച്ച തവള. തവളൻ തിന്ന ടീംസ് ഉണ്ട്. അവർ കണ്ടാൽ ചിലപ്പോൾ അതിനെ ഡിസ്കോസ്കോക്കി അടിച്ചോളൂ. ഇല്ല ഇറങ്ങി പോകുന്നില്ല. കാണിച്ചേ. ഓ പാക്കർ അങ്ങനെ ഇവിടെ രണ്ടെണ്ണത്തെ പിടിച്ചു. വേൽഡാണ് വാസു. ഓ ഇതിന് മുട്ടക്കടത്താണ് കേട്ടോ. വലുതിനൊന്നും കിട്ടിയിട്ടുണ്ട്. യെസ് പിടിച്ചായിരുന്നു. ശരി, ഇന്ന് ഞണ്ടിനെ പിടിക്കാൻ വന്നു. ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ചതുകൊണ്ട് ചെറുത് ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ നമുക്ക് ചെറുത് വേണ്ട. ചെറുതിനെ വെറുതെ നിൽക്കുന്ന വലുതായിട്ട് നമുക്ക് തന്നെ വന്നിരിക്കാം. അത് വലുതായിട്ട് ഇല്ല. ഇങ്ങനെയാണ് തപ്പി പിടിക്കോട്ടെ സാധനത്തിന്. യെസ്, താങ്ക് യു. രണ്ടെണ്ണം. അതൊക്കെ വേറെന്താ സാധനങ്ങളോ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കില്ലേ? ഞമിച്ചി. ഓക്കെ, ഞമിച്ചി. കാലം അട്ട കയറുമോ? കൂടുതൽ ചെളിയിൽ ഇറങ്ങിയത് അട്ട കാലുമേ അട്ടൊന്നുമില്ല. സുനിത്തൻ്റെ കാലുമേ അട്ടയില്ല. പകർജി ഓക്കെ റെസ്റ്റ് എടുക്കാം. പൊള്ളി സ്ഥലമാണ്. പക്ഷേ ഈ ഒരു ടൈമായ വെയിൽ കൂടുതൽ കിട്ടിയാൽ മതി. ഫ്രൈ ഒന്ന് രണ്ട് സുനിത്തേട്ടൻ വലിപ്പമുണ്ടോ? ആയി വാ. വാട്ട് ആൻ അമേസിംഗ് മൂവ്. സുനിത്തേട്ടൻ വീണ്ടും വലിയ രണ്ടെണ്ണത്തിന് പിടിച്ചോണ്ട് ഒരു വലുത് വെച്ചെടുത്തു കേട്ടോ. സുനിത്തേട്ടനാണ് ഫയർ. കൂളായിട്ട് പോയി പെറുക്കി പോരുന്നുണ്ട്. അങ്ങോട്ട് നടന്നൊക്കെ
കാണുവറേ സാഹസികത പാമ്പിന്റെ തലയൊക്കെ പിടിച്ചിട്ട് ഞാൻ എടുക്കണൊക്കെ സെയിം സൈസ് ഞാൻ എടുത്തതിന് അത്ര വലിപ്പമുള്ള എടുത്തില്ല ഓക്കെ ഇപ്പോഴത്തെ കിഷൻ ഫുള്ളായി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ ഹണ്ടിങ് കഴിഞ്ഞിരിക്കുന്നു കൈ മെയിൻ ഹണ്ടർ മുന്നിൽ നടന്നുകൊണ്ടുണ്ട് അതിന് സെക്കൻഡ് ഹണ്ടർ കേൾക്കുന്നുണ്ട് അതെ 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 അങ്ങനെയൊക്കെ പറയൂ അപ്പോൾ തിരിച്ചു പോയിട്ട് ഇത് ഉണ്ടാകട്ടെ കേട്ടോ കുക്കിംഗ് പ്രിപ്പറേഷൻസ് ഇനിയിപ്പോൾ ഇതിനൊക്കെ നമുക്ക് ചൂടാക്കി നമ്മൾ വെള്ളത്തിൽ ഇട്ട് ചൂടാക്കാൻ പോകും തുറന്ന് തുറന്ന് വരുന്നുണ്ടോ ഇതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിനെ കുത്തി പുറത്തെടുക്കണം അതാണ് അടുത്ത ടാസ്ക് ഉണ്ട് എല്ലാം തുറന്ന് വന്നിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഫുള്ളായിട്ട് ഒന്നിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഈ ബാക്കിൽ ഈ കറുപ്പിൽ ഇത് ഫുള്ള് നടന്ന വേസ്റ്റാണ് ഇവിടെ തൊട്ട് തുടങ്ങിയിട്ട് ഇവിടെ വരിട്ട് ആ സാധനം നമുക്ക് പാടില്ല അപ്പം നമുക്ക് ആ സാധനം എടുത്ത് കളയണം കഴുകി എല്ലാത്തിനും പുറത്തെടുത്ത് നല്ല വൃത്തിയാക്കി കഴുകി കഴിഞ്ഞപ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ ഇനി ഇത്രയും ഉണ്ട് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ മസാലയൊക്കെ തേച്ച് പൊരിച്ചെടുക്കാം എന്നിട്ട് പിന്നെ റോസ്റ്റ് ആക്കാം ഓക്കെ മസാല റെഡി ആയിട്ടുണ്ട് ഞാൻ ആദ്യം രണ്ട് സാധനം ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് ഇച്ചിരി വെളിച്ചെണ്ണ ഇച്ചിരി വെള്ളം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സാധനത്തിന് നമുക്ക് ഇതിട്ട് നല്ലോണം ഒന്ന് മാഗ്നേറ്റ് എന്താ പറയുക സാധനത്തിന് മാരിനേറ്റ് മയോണൈസ് എങ്കിൽ മയോണൈസ് കുറച്ചുകൂടി മുളക് പൊടിയിട് അത് പിടിക്കാനില്ല നല്ല ഒട്ടിപ്പിടിക്കണം ഏകദേശം നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട് സെറ്റ് കിട്ടും ഇപ്പോൾ മസാല ഉണ്ടാക്കണം നമ്മൾ മസാല ഒക്കെ ഇട്ട് അതിൻ്റെ അകത്തൊക്കെയാണ് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച് ഞമ്മണിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ മസാലേൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ രസമുണ്ട് എല്ലാം നമ്മൾ ഇതൊന്നുകൂടെ നടുക്കൂടെ മുറിച്ചിട്ട് വേപ്പിക്കുന്നതിന് രസമുണ്ട് എൻ്റയർലി വെറൈറ്റി ആയിട്ടുള്ള സാധനം ഉണ്ടാക്കി കഴിച്ച് അതിൻ്റെ സന്തോഷത്തിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്